അതെ സർ. രാജീവ് മേനോന്റെ മകളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ വളർത്തുന്നത്. എക്സലന്റ്. വന്ദനയുടെ മനസ്സുള്ള ഒരു പെൺകുട്ടിയും എവിടെയും കാണില്ല. വിവാഹം കഴിക്കാതെ ഒരു കുഞ്ഞിന് വേണ്ടി സ്വന്തം ജീവിതം ഓർമ്മിക്കുക വലിയ മനസ്സാ. വന്ദനയ്ക്ക് എന്നും നന്മ മാത്രമേ ഉണ്ടാവൂ. ആ ആക്സിഡന്റിലൂടെ ദീമോളുടെ ഒരു കാലിന് ഫ്രാക്ചറായി. അതിന്റെ പ്രാരംഭ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു. എങ്കിൽ വൈകിക്കണ്ട, വന്ദന നേരത്തെ വെക്കുള്ളൂ. താങ്ക് യു സർ. അപ്പോ വി ഫാർമസ്യൂട്ടിക്കലിന്റെ ഫയലുകളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അടുത്ത MLA ജഗനാണെന്നാ നാട്ടിലെ സംസാരം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ഇഷ്ടക്കൂടുതലുള്ളവരും ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതെന്ന് ആഗ്രഹമുള്ളവരും വെറുതെ പറയുന്നതാ. എന്തായാലും വന്നത് കാര്യമായി. തിരക്കിനിടയില് ഇന്നത്തെ ഫിസിയോതെറാപ്പിയുടെ കാര്യം ജഗൻ മറന്നുപോകുന്ന ഞാൻ വിചാരിച്ചത്. ഒന്ന് രണ്ട് കേസുകൾ സത്യത്തിൽ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് വന്നതാ. പിന്നെ ഇവിടെ കൃത്യമായിട്ട് എത്താമെന്ന് ഞാൻ ഡോക്ടർക്ക് വാക്ക് തന്നല്ലേ. മാത്രമല്ല, ഹോസ്പിറ്റൽ കേസുകൾക്കല്ലേ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഗുഡ്. മേഡം, ഫിസിയോതെറാപ്പി ചെയ്യേണ്ട പേഷ്യന്റ് വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഓക്കെ മേഡം. നിങ്ങൾ തമ്മിൽ കാണുമ്പം എന്തെങ്കിലും സീനാവോ? ഏയ്, എന്ത് സീൻ? ഡോക്ടർ നോക്കിക്കോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോളിവിടെ ഇരിക്കും. ഗുഡ് മോർണിംഗ് മോളെ. ഡോക്ടർക്ക് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ആന്റി. ഗുഡ് മോർണിംഗ്. മോള് ജഗൻ അങ്കിളിനെ അറിയോ? അറിയാം. വന്ദന, ഇത് ജഗൻ, എന്റെ ഫ്രണ്ടാണ്. പേരുകേട്ട യുവജന നേതാവാ. ധാരാളം സോഷ്യൽ സർവീസും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നതാവും ശരി. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ഡോക്ടർ ക്ഷമിക്കണം. ഹോസ്പിറ്റലില് സാധാരണ ഡോക്ടർമാരും രോഗികളും തമ്മിലാ ബന്ധം. ഈ പറയുന്നയാള് എന്തായാലും ഡോക്ടറല്ല. ഇനി രോഗിയാണോന്ന് അറിയാൻ വയ്യ. സാരമില്ല, ജഗനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ ഇങ്ങനെ ഒരു ചോദ്യം. ഒരു ഹോസ്പിറ്റലിൽ രോഗചികിത്സ മാത്രമല്ല നടക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പലരും ജീവിതം അവസാനിച്ചു എന്ന് ഉറപ്പിച്ച ഇങ്ങോട്ട് കയറി വരുന്നത്. അവരുടെ അസുഖം ഭേദമായാലും തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് വലിയൊരു റിസ്കാ. അത്തരം സ്നേഹസാന്ത്വനങ്ങൾ നൽകുന്നതിലും ഫിസിയോതെറാപ്പി പോലുള്ള എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്നതിലും ജഗന്റെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാ. മോളുടെ ചികിത്സ ഒന്ന് തുടങ്ങിക്കോട്ടെ, അപ്പം മനസ്സിലാവും ജഗന്റെ പ്രാധാന്യം. സോറി ഡോക്ടർ, ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് ലീവാണെങ്കിൽ അദ്ദേഹം ലീവ് കഴിഞ്ഞ് വന്നിട്ട് മോൾക്ക് തെറാപ്പി ചെയ്താൽ മതി. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. വന്ദനയ്ക്ക് ഓർത്തോ സർജറിയെ കുറിച്ച് ഒരു ധാരണയില്ലെന്ന് തോന്നുന്നു. സർജറിയിലൂടെ പൊട്ടിപ്പോയൊരു ബോൺ ചേർത്ത് വെച്ച് ഫിക്സ് ചെയ്യാനേ പറ്റൂ. അത് ചികിത്സയുടെ വെറും 20% മാത്രമേ ആവുന്നുള്ളൂ.
ബാക്കി 80% ഫിസിയോതെറാപ്പിയിലൂടെ മാറ്റിയെടുക്കണം. ഇവിടെ മറ്റൊരു തെറാപ്പിസ്റ്റ് ഇല്ല. ഞാനോ ജഗനോ ആണ് അത് ചെയ്യുന്നത്. ജഗൻ ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് തെറാപ്പിസ്റ്റ്. എന്താ ഡോക്ടറായ ഞാൻ പറഞ്ഞിട്ടും നിങ്ങക്ക് വിശ്വാസം വരുന്നില്ലേ? ഡോക്ടർ, വന്ദനയ്ക്ക് ഞാൻ തെറാപ്പി ചെയ്യുന്നതിൽ താല്പര്യമില്ല. മോളോട് ചോദിക്കാം. മോള് പറയട്ടെ. മോള് പറ, മോൾക്ക് ആര് തെറാപ്പി ചെയ്യണം? ഈ അങ്കിളോ ഡോക്ടർ ആന്റിയോ? ജഗൻ അങ്കിൾ. ദിയമോൾക്ക് ജഗൻ അങ്കിൾ തെറാപ്പി ചെയ്താ മതി. സാധാരണ പേഷ്യൻസ് ഇപ്പൊ മോള് പറഞ്ഞതുപോലെ ജഗൻ തന്നെ തെറാപ്പി ചെയ്യണമെന്നാ പറയാറ്. ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ആദ്യമായിട്ടാ. പേഷ്യന്റ് എത്രയും വേഗം റിക്കവർ ചെയ്യണമെന്ന ആഗ്രഹമല്ലേ ഡോക്ടർമാർക്കുണ്ടാവൂ. വന്ദനെ, ഇപ്പൊ കൺഫ്യൂഷനൊക്കെ മാറിയില്ലേ? ഇനിയിപ്പോ ജഗന് തെറാപ്പി ചെയ്യാലോ. ഇയാൾക്ക് ഇതിൽ നിന്നിട്ട് ചെയ്യാൻ കഴിയുന്നത് ഗുണ്ടായിസും കൊട്ടേഷനും ഒക്കെയാണെന്ന് ഡോക്ടർക്ക് അറിയില്ലല്ലോ. നിങ്ങൾക്ക് ഇനിയും ചിന്താകുഴപ്പം മാറിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ. എനിക്കതിന് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ. എല്ലാം ഡോക്ടറുടെ ഇഷ്ടം. ജഗൻ തീരുമാനിച്ച അതേ നടക്കൂ. ഇതുപോലെ പലതും നിന്നെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കും ഞാൻ. എങ്കിൽ തെറാപ്പി റൂമിലേക്ക് പോയിക്കോളൂ. കുട്ടി, ഒന്ന് ഒതുങ്ങി നിൽക്കോ? വാ മോളെ, നമുക്ക് പോവാം. ആ വാ. വാ വന്ദനേ. ആ പിടിക്ക്. ആ പിടിക്ക്. വന്ദനെ, ഡോക്ടറുടെ മുമ്പിലുള്ള നിന്റെ അഹങ്കാരമൊക്കെ ഈ ജഗൻ പൊളിച്ചടുക്കിയില്ലേ? എന്റെ കുഞ്ഞിന്റെ കാര്യമായിപ്പോയി. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ആശ്രയിക്കാൻ നിൽക്കില്ലായിരുന്നു. മോളെ, കാലിലെ ഫ്രാക്ചറൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫിസിയോതെറാപ്പിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓ, പുതിയൊരു കണ്ടുപിടുത്തം. ഇതൊക്കെ ഡോക്ടർ വഴി ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ? എന്നിട്ട് സ്വന്തം കണ്ടുപിടുത്തം പോലെ വിളിച്ചു പറയാം. ഹാ, തൊലിക്കട്ടിയുള്ളവർക്ക് എന്തോ ആവാലോ. വന്ദനമ്മ ഒന്ന് മിണ്ടാതിരിക്കോ? മോളെ, മനുഷ്യ ശരീരത്തിൽ എത്ര ഞരമ്പുകളുണ്ടെന്നറിയോ? അറിയില്ല അങ്കിൾ. അതെ, 4444 ഞരമ്പുകളാണുള്ളത്. ഈ പറഞ്ഞ ആൾക്ക് 2 ഞരമ്പ് കൂടുതലാ. ഞാൻ ഈ പറഞ്ഞതായി ഞരമ്പിന്റെ കണക്ക് ഡോക്ടർ പറഞ്ഞു കേട്ടോ? ഇല്ലല്ലോ. ഡോക്ടർ ആന്റി ഞരമ്പിന്റെ കണക്കൊന്നും പറഞ്ഞില്ല. ആ ഇല്ലല്ലോ. ആ അപ്പോ ഈ കണക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന് മാത്രമേ അറിയൂ. ആക്സിഡന്റിൽ കുട്ടിയുടെ കാലിന്റെ ഞരമ്പുകൾക്ക് അയവ് സംഭവിച്ചിട്ടുണ്ട്. കുട്ടിയായതുകൊണ്ട് അമർത്തി തടവാനും പാടില്ല. മൃദുലമായി തടവാൻ. ഇതുപോലെ. മുകളിൽ നിന്നും താഴേക്ക് വേണം മസാജ് ചെയ്യാൻ. ഒരിക്കലും താഴെ നിന്നും മുകളിലേക്ക് മസാജ് ചെയ്യരുത്. മനസ്സിലായോ? ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? തെറാപ്പിസ്റ്റിനെ എന്നും കിട്ടിയെന്ന് വരില്ല.
അങ്ങനെ വരുമ്പോൾ കൂട്ടിരിപ്പുകാർ തന്നെ മസാജ് ചെയ്യേണ്ടി വരും. എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമില്ല. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സ് വേണം. പതുക്കെ 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 മെല്ലെ. വേദനയുണ്ടോ? ഇതുപോലെ 100 പ്രാവശ്യമെങ്കിലും ചെയ്യണം. 100 പ്രാവശ്യോ? ആ, 100 പ്രാവശ്യം. എന്താ കേട്ടിട്ടില്ലേ? വേദനയുണ്ടോ മോളെ? ചെറുതായിട്ട്. സാരില്ല കേട്ടോ, അങ്കിള് മാറ്റിത്തരാം. ആ ചിരിക്കാനുള്ളതല്ല, പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ചെയ്യാം. പുരുഷന്മാരെ കാണുമ്പോൾ ഞരമ്പ് വല്ലാതെ ടെമ്പറായി വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ചില സ്ത്രീകളുണ്ട്. ആ, അവരിത് പ്രാക്ടീസ് ചെയ്താ മനസ്സ് നോർമലായി മര്യാദ പഠിച്ചോളും. മതി, പഠിപ്പിച്ചതൊക്കെ ധാരാളം മതി. നമുക്ക് പോവാം മോളെ. അല്ലേ മോളെ, ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട ചില വ്യായാമങ്ങളുണ്ട്. അങ്ങനെ മോളെ ഇത് പഠിപ്പിക്കാം. അതൊക്കെ ചെയ്താ എൻ്റെ ദിയേക്കുട്ടിയുടെ കാലിൻ്റെ കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ട് മാറും. മറ്റുള്ള കുട്ടികളെ പോലെ ഓടാനും ചാടാനും തുള്ളിക്കളിക്കാനും ആവുന്ന അവസ്ഥയിലെത്തും. എത്തിച്ചിരിക്കും. ഇത് ഈ അങ്കിളിന്റെ വാക്കാ. താങ്ക് യു അങ്കിൾ. എല്ലാം ശരിയാവും. ശരിയാവാതെ എവിടെ പോവാനാ? പറ്റുമ്പോഴൊക്കെ അങ്കിൾ വീട്ടിൽ വന്ന് ഫിസിയോതെറാപ്പി ചെയ്തു തരാം. ബൈ. നമുക്ക് പോവാം. ഞാൻ ഇറങ്ങും അമ്മേ. സുചിത്രേ, ഊണൊക്കെ അടിപൊളിയായിരുന്നു. ഇനി വീട്ടിലെത്തുന്നവരെ എനിക്ക് വിശക്കത്തില്ല. ഞാൻ കൂടെ കൂടെ വരാൻ കേട്ടോ. ശരി. എന്നാലും ഓട്ടോ കൂലി തരാത്തത് മോശമായിപ്പോയി. നടപ്പേ ശരണം. എത്രേ? 100. ഹലോ ദിയ മോളെ, ചക്കരേ. കൊറ്റണം കുത്തിയിട്ട് ഇപ്പൊ ഉമ്മ വയ്ക്കുന്നോ? അതൊക്കെ വല്യമ്മയുടെ ഓരോരോ കോമഡികളല്ലേ മോളെ. ആശുപത്രി പോയിട്ട് എന്തായി? ഡോക്ടർ കുത്തിവെച്ചോ മോളെ? ഡോക്ടർ കുത്തിവെച്ചില്ല. ഇവിടെ ആരും കുത്തിവെക്കാതിരുന്നാ മതി. ഞാനും വരാം. അമ്മേ, ഫിസിയോതെറാപ്പി എന്നും പറഞ്ഞ എന്തൊക്കെ കാട്ടിക്കൂട്ടി. അല്ലാതെ വിശേഷിച്ചൊന്നും ഉണ്ടായില്ല. എന്താ വന്തിനൊരു സന്തോഷക്കുറവ്? അത് പിന്നെ അങ്കിളുണ്ടല്ലോ.
പോവാ മോളെ. അവളുടെ മുഖത്ത് തീരെ തെളിച്ചില്ലല്ലോ സുചിത്രേ. വലിയ കേമനായ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ദനയ്ക്ക് ചികിത്സ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതല്ലമ്മേ, നല്ലൊരു തുക കയ്യിലുണ്ടെങ്കിലേ ചികിത്സ നടക്കും. അത് ഡോക്ടർ പറഞ്ഞു കാണും. ചാരിറ്റബിൾ സൊസൈറ്റിക്കാരും പിന്മാറി കാണും. അതിന്റെ മൂഡൌട്ടാകാനാ വഴി. വന്ദനയുടെ സൂക്കേട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റണം. അവളുടെ പദ്ധതി നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ വീട്ടിലോട്ട് പോയാൽ ശരിയാവില്ല. ഇവിടെ ഒരു പണി കൂടി പണിതിട്ട് പോവാം. അല്ല, വസന്തേച്ചി പോയില്ലേ? യാത്ര ചോദിച്ചിറങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്നത് എന്തിനാ? അങ്ങനെ അങ്ങ് പോയാ ശരിയാവില്ല നാത്തൂനെ. അതെന്താ അങ്ങനെ? നമ്മുടെ വന്ദനയുടെ ഉള്ളിലിരിപ്പ് ഞാൻ മനസ്സിലാക്കി. അതെനിക്ക് എന്റെ മൂത്ത നാത്തൂനോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. വന്ദനയുടെ മനസ്സിലിരിപ്പോ? ഇപ്പൊ നാത്തൂ മാത്രമല്ലേ ഉള്ളൂ. ഒരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയാം. ദിയമോളുടെ ചികിത്സ എന്നൊക്കെ പറയുന്നതേ വന്ദനയുടെ നമ്പരാ. വെറും തട്ടിപ്പ്. ഡോക്ടർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടാവുന്നു നീ അവിടെ സംശയം പറഞ്ഞില്ലേ? അങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്താ സംഭവിച്ചെന്ന് പറ. ദിയമോളുടെ ചികിത്സ എന്നൊക്കെ പറയുമ്പോ അമ്മ സഹതാപം കൊണ്ട് അങ്ങ് ഇളകും. അത് വന്ദനയ്ക്ക് നന്നായിട്ടറിയാം. അമ്മയുടെ കയ്യിൽ നിന്ന് ആഭരണം തട്ടിക്കൊണ്ടുപോയി വിറ്റ് ദൂരത്തടിക്കാനാ അവളുടെ നീക്കം. സ്വഭാവ ദൂഷ്യക്കാരി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇറങ്ങിയില്ലേ, അത് കള്ളമല്ല, പച്ച പരമാർത്ഥമാ. ഞാൻ നാട്ടിലൊക്കെ നൈസായിട്ടൊന്ന് അന്വേഷിച്ചു. പണം ദൂരത്തടിക്കലും അഴിഞ്ഞാട്ടമാണ് അവളുടെ മെയിൻ ലക്ഷ്യം. അതിന് നമ്മൾ തടയിട്ടില്ലെങ്കിലേ അമ്മയുടെ കയ്യിലിരിക്കുന്ന അവസാന തരി പൊന്നും അവള് കൂത്താടി നശിപ്പിച്ചിരിക്കും. നീ എന്താ ഞെട്ടാത്തെ? അയ്യോ, ഞാൻ പലതവണ ഞെട്ടിക്കഴിഞ്ഞതാ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടത്. തന്നല്ലോ, ബോധ്യപ്പെട്ടല്ലോ. ഞാനിപ്പോ എഴുത്തു വിളിച്ചെന്ന് വീട്ടിൽ പോയിരുന്നെങ്കിലേ ഈ രഹസ്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവുമായിരുന്നോ? ഇപ്പൊ ഈ വസന്തയെ കുറിച്ച് എന്ത് തോന്നുന്നു നാത്തൂന്? കാരണം പോച്ചൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നു. നാത്തൂന് കഴിഞ്ഞ തവണ നിങ്ങൾ വന്നപ്പോഴേ എന്റെ ഭർത്താവിനെ മാറ്റി നിർത്തി എന്തൊക്കെയോ ഓതി കൊടുക്കുന്നത് കണ്ടു. എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കാനുള്ള കുത്തിവെപ്പായിരുന്നു എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഈ കുടുംബം തകർത്തിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ ചേച്ചി? ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ ഞാൻ ഈ പറയുന്നതൊക്കെ. എന്നിട്ട് പഴിയാണല്ലോ എന്റെ ദൈവമേ. അമ്മേ, അഹങ്കാരി. എന്തിനാ ഇവിടെ കിടന്ന് മോങ്ങുന്നത്? അമ്മയുടെ പക്കലുള്ള സ്വർണത്തെ ചൊല്ലി തന്നെ. അത് മോഹിച്ചാണ് നിന്റെ കരച്ചിലെങ്കിൽ നീ കേട്ടോ. കല്യാണം നടക്കാൻ ഇനി വന്ദന മാത്രം ഇവിടെ ഉള്ളൂ. എന്റെ കയ്യിലുള്ള പൊന്ന് അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. വസന്തയ്ക്കും വർഷയ്ക്കും കഴിവിന്റെ പരമാവധി ഇവിടെ പണവും സ്വർണവും ഒക്കെ തന്നു കഴിഞ്ഞു. ഇനി ഒന്നും മോഹിച്ചിട്ട് കാര്യമില്ല. ഒന്നും തരികയില്ല. മനസ്സിലായോടി? സൂത്ര ഇങ്ങോട്ട് മാറിക്കേ. വെറുതെ ഇങ്ങനെ നിന്ന് പരദൂഷണം പറയാതെ പച്ചക്കറി അരിയടി. അരിയാനല്ലേ പറഞ്ഞേ? നിന്റെ അരിച്ചും തീരട്ടെ. എന്റെ ഈശ്വര, ഏത് സമയത്താണ് ഇങ്ങനെ നിന്നെ പ്രസവിക്കാൻ എനിക്ക് തോന്നിയത്? മര്യാദയ്ക്ക് അരിയടി.
അവിടെ നിക്ക്. ആള് വലിയ ഹാപ്പി ആണല്ലോ. എന്താ കാര്യം? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ ആൾ ഇത്ര ഹാപ്പി ആവില്ലല്ലോ. മനസ്സിലായി. മുഖത്ത് നിന്ന് വായിച്ചെടുക്ക ഒരു കാമുക ഭാവം. ഈ ഏട്ടത്തിയോടൊരു കാര്യം, എന്നെ അങ്ങ് വിട്ടേക്ക്. വന്ദനെ കണ്ടോ? ഏയ് ഞാനൊന്നും കണ്ടില്ല. എന്നെ വിളിക്കാൻ നോക്കണ്ട ജഗ. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നീ വന്ദനെ കണ്ടെന്ന്. എന്താ ഏട്ടത്തി ഇത്? ഏട്ടത്തി എന്താ മുഖലക്ഷണ ശാസ്ത്രം പഠിച്ചു വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയക്കാരുടെ വീട്ടിൽ വന്ന് കയറിയത് കൊണ്ടാവാം ചില കള്ള ലക്ഷണങ്ങൾ കണ്ടാ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അനിയ, നീ എവിടെ വെച്ചാ വന്ദനെ കണ്ടത്? പറ പറ പറ. വന്ദനയെ ഒന്നും പിന്നായം പോലെ കണ്ടതേ ഉള്ളൂ. പിന്നെയും പോലെ കണ്ടോ? എവിടെ വെച്ച്? നമ്മുടെ കോമൺ ഫ്രണ്ടായ കാർത്തിക ഡോക്ടറുടെ ഫിസിയോതെറാപ്പി സെന്ററിൽ വെച്ച്. അവളെന്തിനാ കാർത്തിക ഡോക്ടറിന്റെ ഫിസിയോതെറാപ്പി സെന്ററിൽ പോയത്? ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം. ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, മുഴുവൻ വിവരങ്ങളും ചോർത്തിയെടുക്കുന്നത് വരെ.